ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മഗ്നീഷ്യം ബ്ലഡ് ടെസ്റ്റിനെ പറ്റിയാണ്. ഏകദേശം 500 രൂപ വില വരുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണിത്. ബ്ലഡിലെ മഗ്നീഷ്യത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. മഗ്നീഷ്യം നമ്മുടെ മസിൽസ്, നെർവ്സ്, ഹേർട്ട് എന്നിവയുടെയൊക്കെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഘടകമാണ്. ബ്ലഡിലെ പ്രഷർ, അതേപോലെ തന്നെ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. എല്ലുകളുടെ നിർമ്മാണത്തിനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതിനാൽ തന്നെ കൃത്യമായ അളവിൽ ഇത് ശരീരത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ മഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയാറുണ്ട്. ഈ കണ്ടീഷനെ നമ്മൾ ഹൈപ്പോ മഗ്നീഷ്യമീയ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോസ് ഓഫ് ആപ്പിറ്റേറ്റ്, അതായത് വിശപ്പില്ലായ്മ അനുഭവപ്പെടുക, നൊസിയ ആൻഡ് വോമിറ്റിംഗ്, ഓക്കാനിക്കാൻ വരിക, ഛർദ്ദിക്കാൻ വരിക, ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ്, നല്ല ക്ഷീണം അനുഭവപ്പെടുക, മസിൽ ക്രാംസ്, അതായത് മസിൽ കയറുക അല്ലെങ്കിൽ മസിൽസിനൊക്കെ വേദന അനുഭവപ്പെടുക, നംബ്നെസ്, അതായത് ശരീരത്തിലെ മസിൽസുകൾക്കൊക്കെ ഒരു മരവിപ്പ് അനുഭവപ്പെടുക, ഇറഗുലർ ഹേർട്ട് ബീറ്റ്, അതായത് ഹൃദയമിടിപ്പിൽ വ്യതിയാനം ഉണ്ടാകുക, സിന്യൂറസ്, അതായത് അപസ്മാരം പോലെയുള്ള കണ്ടീഷൻസിലേക്ക് എത്തിപ്പെടുക. ഇതൊക്കെയാണ് മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ മഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നതെന്ന് നോക്കാം. ഡയബറ്റീസ്, അൺകൺട്രോൾഡായിട്ട് പ്രമേഹം നിലനിൽക്കുന്നവരിൽ ഇതിൻ്റെ അളവ് കുറയാറുണ്ട്. ആൽക്കഹോളിസം, കൂടുതലായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരിൽ, മാൽ ന്യൂട്രീഷൻ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ ഇല്ലാത്തവരിൽ, മാൽ അബ്സോർഷൻ, അതായത് ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള ബോഡി കപ്പാസിറ്റി കുറവുള്ളവരിൽ, അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ഡയേറിയ, ഇടയ്ക്കിടയ്ക്ക് വയറിളക്കമൊക്കെ സംഭവിക്കുന്നവരിൽ, പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെ അളവൊക്കെ ശരീരത്തിൽ കുറവുള്ളവരിലൊക്കെ ഈ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. ചില ഘട്ടങ്ങളിൽ ഈ മഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടാറുണ്ട്. ഇതിനെ നമ്മൾ ഹൈപ്പർ മഗ്നീഷ്യമീയ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ട് കിഡ്നി ഡിസീസ്, കിഡ്നി ഫെയിലിയറൊക്കെ ഉള്ളവരിൽ, ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ, അതേപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവരിലൊക്കെ ഇതിൻ്റെ അളവ് കൂടാറുണ്ട്. ഇത്തരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയേറിയ, അബ്ഡോമിനൽ പെയിന്, അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി എങ്ങനെയാണ് മഗ്നീഷ്യത്തിൻ്റെ ബ്ലഡിലെ നോർമൽ റേഞ്ച് എന്ന് നോക്കാം. 1.7 മുതൽ 2.2 mg/dL ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.